Hi everyone, welcome back to my channel. I am MJ. So, this studio setup is not a setup ready. Because YouTube video is a lockdown problems available travel situation videos actually unboxing video. Airoh brand helmet purchase. Airoh helmet is trending. Reviews search Malayalam videos. I unboxing video. Helmet overall helmet look wise quality wise video. Auto shopping helmet purchase. Price range unbox just unboxing Airoh helmet. Boxing just open helmet. This packing is a bag. Box in the box. ഇന്നലെയാണ് വാങ്ങിയത് അപ്പോൾ ഇതൊരു എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കേ. ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇതാണ് ഈ പറഞ്ഞ എയ്റോന്റെ സ്പാർക്ക് എന്ന് പറഞ്ഞ മോഡൽ. അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ് എയ്റോ. അപ്പോൾ ഇതിന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെൽമെറ്റ് ആണ് എയ്റോന്റെ ഈ സ്പാർക്ക് എന്ന മോഡൽ. ഞാനിപ്പോൾ ഇന്നലെ ചെന്നപ്പോഴും എൻ്റെ ഹെഡിന്റെ സൈസ് വരുന്ന എല്ലാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇതൊരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഞാൻ നോക്കിയതിൻ്റെ ഒരു യെല്ലോ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നോക്കി പോയത്. പക്ഷെ കിട്ടിയില്ല. ഒറ്റ പീസ് ഉണ്ടായുള്ളൂ. ഞാൻ 10 മിനിറ്റ് മുമ്പ് ഒരാൾ ഓൺലൈനിൽ അവർക്ക് പർച്ചേസ് ചെയ്തായിരുന്നു. പിന്നെ ഈ എയ്റോ ഹെൽമെറ്റ് ഓൺലൈനിലും അവൈലബിൾ ആണ്. പ്രൈസും കാര്യങ്ങളൊക്കെ ഓരോ സൈറ്റിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇത് ഞാൻ ഓട്ടോക്യൂണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 18,500 ഈ ഒരു ഹെൽമെറ്റ് പർച്ചേസ് ചെയ്തത്. ഈ ഒരു ഹെൽമെറ്റ് ഓവറോൾ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി തന്നെയാണ്, ഒന്നും പറയാനില്ല. ആക്ച്വലി AGV പർച്ചേസ് ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ഒരു 18 രൂപ റേഞ്ചിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ AGVയുടെ ഒരു ബേസ് മോഡൽ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനേലും കുറച്ചും കൂടി വർത്താന്ന് തോന്നി എയ്റോൻ്റെ ഈ ഒരു മോഡൽ വരുമ്പോൾ. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൈബായിട്ടുള്ളൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു മോഡലിൽ ഒരു 3-4 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞ മോഡലിൽ ഒരു 3-4 ഷെയ്ഡ് വരുന്നുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് അവർ കൊടുത്തേക്കുന്നത് 1620 പ്ലസ് ഓർ -50 ഗ്രാം വരെയാണ് ഇതിൻ്റെ ഒരു ഹെൽമെറ്റ് വെയിറ്റ് പറഞ്ഞേക്കുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്ന ഒരു ISA മാർക്കോ കാര്യങ്ങളൊന്നും ഈ ഹെൽമെറ്റിൽ ഇല്ല. ഇതൊരു ECI സർട്ടിഫിക്കേഷനുള്ള ഒരു ഹെൽമെറ്റാണ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ളത്. അപ്പോൾ ഹെൽമെറ്റ് നിങ്ങൾ ISA ഹെൽമെറ്റ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റ് നോക്കിയിട്ട് കാര്യമില്ല, ISA അപ്രൂവൽ ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലോ പ്രകാരം ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യണത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഹെൽമെറ്റ് ബെറ്ററാണ്. കാരണം ISAയിലും കുറച്ചും കൂടി നല്ല ഒരു സർട്ടിഫിക്കേഷൻ തന്നെയാണ് ECI എന്ന് പറയുന്നത്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ബേസ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. മെയിനായിട്ട് എനിക്കിത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തലവേദന എടുക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. എനിക്ക് ഇതിന് മുമ്പ് ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്തിരുന്നു. അതേത് ബ്രാൻഡിൻ്റെ എന്ന് പറയുന്നില്ല. അത് ഞാൻ കുറച്ചാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഈ നെക്കിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് ഭയങ്കര പെയിൻ ആയിരുന്നു. ആക്ച്വലി നമ്മൾ ബൈക്ക് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാൻ നേരത്ത് ഈ ലോഡ് കറക്റ്റ് കഴുത്തിലേക്ക് വന്നിട്ട് ഭയങ്കര ഒരു നെക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് അത് ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി വന്നായിരുന്നു. പിന്നെ എടുക്കുമ്പോൾ എന്തായാലും ഒരു ലൈറ്റ് വെയിറ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കുറച്ച് നാളത്തെ ഒരു അന്വേഷണങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു ഹെൽമെറ്റാണ് എയ്റോൻ്റെ ഈ ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വേറെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെൽമെറ്റ് ഓവറോൾ കാര്യങ്ങളൊക്കെ പറയാം. അതായത് പാഡിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാഡിങ്സ് തന്നെയാണ് ഇവർ ഈ ഒരു ഹെൽമെറ്റിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഹെൽമെറ്റിന് ഡീറിങ്സ് ഇല്ല. നോർമൽ ലോക്കാണ് ഈ ഒരു ഹെൽമെറ്റിന് വരുന്നത്. ഡീറിങ്സ് ഇല്ല. റൈസ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡീറിങ്സ് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൂ. നമുക്ക് ഓൺ റോഡിൽ എനിക്ക് അതൊന്നും പ്രശ്നമില്ലെന്നോ ഡീറിങ്സ് ഇല്ലെങ്കിലും. പക്ഷേ അല്ലാതെ ഡീറിങ്സ് പ്രിഫർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഹെൽമെറ്റിൽ ഡീറിങ്സ് അവൈലബിൾ അല്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാഷബിൾ ആണ്, റിമൂവബിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ സെറ്റപ്പ് ഒക്കെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ചിൻ സ്ട്രാപ്പ് നമുക്ക് 2 ടൈപ്പ് ചിൻ സ്ട്രാപ്പ് വരുന്നുണ്ട് ആക്ച്വലി. ഇതിപ്പോൾ നമുക്ക്
തണുപ്പുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വെൻ നോയ്സ് വേണ്ട എന്നുള്ളതൊക്കെ ഇല്ലാതെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ചിൻ സ്ട്രാപ്പ് കൂടെ കൊടുത്തേക്കുന്നത്. അതല്ല നോർമൽ ഇതുപോലത്തെ ഒരു ചിൻ സ്ട്രാപ്പ് കൂടെ അവൈലബിൾ ആണ്. ഇത് നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്യാം. ഒരുപാട് ചൂടുള്ള സമയങ്ങളിൽ ഇതിട്ട് യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്, കാരണം കാറ്റ് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ എയർ വെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇവിടെ ഒരു എയർ വെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിതാ ഈ സൈഡിൽ മുകളിലായിട്ടാണ് ഒരു എയർ വെൻ്റ് ഒരു കൊടുത്തേക്കുന്നത്. പിന്നെ ഫുള്ളി എയറോഡൈനാമിക് ആയിട്ടാണ് ഈ ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൽ ഇവിടെ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു എയർ വെൻ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു എയർ വെൻ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് എയർ ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലൂടെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് എയർ ഫ്ലോ പറയുന്നത്. അപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു എയർ സർക്യൂട്ട് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. അവരത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. വിൻഡ് ടണൽ എഞ്ചിനീയർഡ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ അവർ അതിൻ്റെ ഡിസൈനുമേ, അതായത് ഈ വിൻഷീൽഡിൽ നിന്നുള്ള ഗ്രാഫും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹെൽമെറ്റ് ഡ്യുവൽ വൈസറാണ്. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ വൈസർ ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ഓട്ടോ ലോക്ക് പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടിട്ട് പോരും. അത് നമ്മൾ അടയ്ക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോക്ക് സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതിന് വരുന്നത് ഡ്യുവൽ വിൻഷീൽഡാണ്. അവിടെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ താഴത്തേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സെറ്റപ്പിലുള്ള ഒരു ഉള്ളിൽ കൂളിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വിൻഷീൽഡിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നോസിൻ്റെ അവിടെ വരുന്നൊരു സെറ്റപ്പ് അത്യാവശ്യം അത്ര ഹൈറ്റ് ആയിട്ടുള്ളതല്ല, എന്നാലും മുക്കിൻ്റെ ഒരു ഏരിയ കവർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു നോസ് പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഇതിനെക്കുറിച്ച് പറയുക, ആക്ച്വലി ഇത് ശരിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ പറയണം കേട്ടോ. ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ചെയ്യുള്ളൂ. എന്തായാലും അത് ഞാനൊരു വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ പോലെ നമുക്ക് കേട്ടോ ഈ ഒരു സംഭവം റിമൂവ് ചെയ്ത് ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിൽ നമുക്ക് മറ്റേ ബ്ലൂടൂത്തിൻ്റെ കേബിളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുവരെ വരെ ഇൻബിൽറ്റ് ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം വരുന്നുണ്ട് എയറോൻ്റെ, അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്ലോട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഹെൽമെറ്റിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഒരു ഗ്രാഫും അല്ലെങ്കിൽ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തേക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ഇതിന് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു എയർ കട്ട് ചെയ്യുന്നൊരു ചെറിയൊരു കട്ടിങ് ഒരു സ്പോയിലർ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ AGV കാണുന്ന പോലത്തെ വലിയ സ്പോയിലറൊന്നും ബാക്കിലേക്കില്ല. നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ വന്നേക്കുന്നത്. ഇവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്പോയിലറും കാര്യങ്ങളൊന്നുമില്ല. ഈ രണ്ട് സൈഡിലായിട്ടാണ് ചെറിയൊരു സ്പോയിലർ സെറ്റപ്പ് അവർ കൊടുത്തേക്കുന്നത്. ഇത്രയൊക്കെയാണ് എയറോ ഹെൽമെറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ. പിന്നെ ഞാൻ വിട്ടുപോയൊരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഈ ഒരു വൈസറാണ്. അത്യാവശ്യം ഒരു നല്ല വിസിബിലിറ്റി തരുന്ന രീതിയിലുള്ള ഒരു വൈസറാണ് എയർ ഈ ഒരു ഹെൽമെറ്റ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൂടെ വരുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റി ഫോഗ് ഫിലിമാണ്. ഈ ഒരു ആൻറ്റി ഫോഗ് പ്രൊട്ടക്ടർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ. ഞാനിപ്പോൾ ആ സംഭവം ജസ്റ്റ് ഈ രണ്ട് സ്ക്രൂസ് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ ഹെൽമെറ്റ് തുറന്നു അതിൻ്റെ ഗ്ലാസ്സിൽ അത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ഫിക്സ് ചെയ്യാനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽ അവർ യൂട്യൂബ് ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. ആക്ച്വലി ഞാൻ തന്നെ ഇട്ടു, കാരണം ഓൾറെഡി ഞാൻ ഈ പിന്നോക്ക് വേറെ ഹെൽമെറ്റിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ സംഭവം ഈസി ആയിട്ട് തന്നെ ഇടാൻ പറ്റി. അപ്പോൾ ആൻറ്റി ഫോഗ് ആയിട്ടുള്ള ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലോക്ക്ഡൗൺ തീരുന്നവരെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കട്ടികളൊക്കെ ഒന്ന് സഹിക്കണം, സോറി. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഷൈനിങ് ഓഫ്.